അങ്ങനെ ഷോർട്സ് കണ്ടോണ്ടിരുന്നപ്പം ഇങ്ങനൊരു പേപ്പർ ബാഗ് വിടുന്നു. പിന്നെ അത് ചെയ്യണമെന്ന് ആഗ്രഹം, പക്ഷെ ചെയ്യാൻ സമയം കിട്ടില്ല. അപ്പോഴാണ് എന്റെ ബർത്ത്ഡേ വന്നത്. ബർത്ത്ഡേക്ക് വീട്ടിൽ വന്ന ഫ്രണ്ട്സിന് പേപ്പർ ബാഗ് ഉണ്ടാക്കി ഗിഫ്റ്റ് കൊടുത്താലോ എന്ന് തോന്നി. വെറും സിമ്പിൾ ആട്ടോ. നമ്മൾ ഇങ്ങനെ കളർ പേപ്പർ എടുക്കുക. കളർ പേപ്പറിൽ സാധാ പേപ്പർ എടുത്താൽ മതി. പിന്നെ ആ വിത്ത് സൈഡ് നോക്കി നല്ലപോലെ മടക്കുക ഇങ്ങനെ. എന്നിട്ട് ഓപ്പോസിറ്റ് സൈഡ് അതുമായിട്ട് ജോയിൻ ചെയ്ത് നല്ല ഗമ്മ് വെച്ച് ഫെവിക്കോൾ വെച്ച് നല്ല ഒട്ടിച്ച് ഇങ്ങനെ സൈഡ് വെക്കുക. എന്നിട്ട് അത് ഉണങ്ങി കഴിയുമ്പോഴത്തേക്കും താഴത്തെ പോർഷന്റെ നല്ലപോലെ ചെറിയ പകുതി മടക്കിയിട്ട് അതിന്റെ സൈഡ് റെക്ടാംഗിൾ ഷേപ്പ് പോലെ ഇങ്ങനെ നമ്മൾ ബുക്ക് ബൈൻഡ് ചെയ്തില്ലേ, അത് കട്ട് ചെയ്യുമ്പോഴത്തെ പോലെയുള്ള ഷേപ്പിലാക്കുക. എന്നിട്ട് അത് വിരിച്ചിട്ട് അത് രണ്ടും ഇങ്ങനെ മടക്കി വെക്കുക. മടക്കി വെച്ചിട്ട് എന്നിട്ട് നമ്മൾ കണ്ടോ ആ മടക്കിയതിന്റെ ആ സൈഡിൽ നമ്മൾ ഫെവിക്കോൾ നല്ലപോലെ ഒട്ടിച്ചെടുക്കുക. കണ്ടോ, ഫെവിക്കോളാണ് എല്ലാത്തിനും ഒട്ടിക്കണം. അപ്പൊ നമ്മൾ സ്ട്രോങ് ആയിട്ടിരിക്കും. എന്നിട്ട് ഇതിങ്ങനെ മടക്കി വെക്കുക. ഇത് ഒന്നൊന്ന് ഉണങ്ങാൻ വേണ്ടി വെക്കുക. ഉണങ്ങിക്കഴിഞ്ഞതിന് ശേഷം അതിന്റെ രണ്ട് സൈഡിലും ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് ഇതിന്റെ അകം ഇങ്ങനെ കൈയിട്ട് കൊളകള ആ താഴത്തെ പോർഷൻ ഒന്ന് ശരിയാക്കി എടുക്കുക. ശരിയാക്കി എടുത്തതിന് ശേഷം മണ്ടയ്ക്ക് രണ്ടും ഇങ്ങനെ ഒരു ഹോൾ ഇടുക. ഹോൾ ഇട്ട് നമ്മുടെ എന്തെങ്കിലും ഒരു തുണി അല്ലെങ്കിൽ ഇങ്ങനെ പീസ് ആണല്ലോ, ചെറിയ ചെറിയ ഇങ്ങനെ ഹാൻഡിങ് പോലത്തെ പീസ്, അങ്ങനത്തെ ഒരെണ്ണം നമ്മുടെ ആ ഹോളിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മുടെ കയ്യിൽ ഇങ്ങനെ തൂക്കി പിടിക്കാനാണ്. എന്തെങ്കിലും ക്ലോത്ത് ആയാലും മതി, സാറ്റൻ ക്ലോത്ത് ആയാലും മതി. എന്നിട്ട് അതിന് ആ ഓട്ടയ്ക്കകത്തിട്ട് നമുക്ക് വേണ്ട കൈപ്പിടിയുടെ അത്രയും ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് സ്റ്റാപ്ലർ അടിച്ചെടുക്കുക. അതിന്റെ അപ്പുറവും അങ്ങനെയാണ്. ഒരു കാര്യം ഓർത്താൽ മതി, സെയിം നീളമായിരിക്കണം ആ ക്ലോത്തിന്. രണ്ട് ക്ലോത്തിനും സെയിം നീളമായിരിക്കണം ചെയ്യേണ്ടത്. ചിലപ്പോൾ ഇങ്ങനെ ഊരിപ്പോവും. അതുകൊണ്ട് നല്ല പോലെ ശ്രദ്ധിച്ച് സ്റ്റാപ്ലർ അടിക്കാനായിട്ട് നോക്കുക. അപ്പൊ നമ്മുടെ ബാഗ് ഇവിടെ റെഡി ആയിരിക്കുന്നു. ചുമ്മാ പ്ലെയിൻ ആയിട്ട് ഇരിക്കണ്ടല്ലോ എന്ന് വെച്ചാൽ സ്റ്റിക്കർ ഉണ്ടാക്കി. എന്നിട്ട് പോക്കറ്റ് ബുക്ക് ഇട്ട് പേന ഇട്ടു. അപ്പൊ നമ്മുടെ പേപ്പർ ബാഗ് ഇവിടെ റെഡിയായി.